നമ്മൾ ഗർഭിണികളായിരിക്കുമ്പോൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ലാത്ത കുറച്ച് സിംറ്റംസ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് വെജൈനൽ ബ്ലീഡിംഗ് അല്ലെങ്കിൽ ലീക്കിംഗ്, അതായത് ബ്ലീഡിംഗ് കാണുക അല്ലെങ്കിൽ വെള്ളം പൊട്ടിപ്പോവുക. ഇത് രണ്ടും ഗർഭപാത്രം തുറക്കുന്നതിൻ്റെയും പ്രസവം അടുക്കുന്നതിൻ്റെയും ലക്ഷണങ്ങളായിരിക്കാം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവുക, ഗർഭപാത്രം തുറന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ബേബിയുടെ ഹാർട്ട് ബീറ്റിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നുള്ളതും നോക്കേണ്ടി വരും. ഓരോ പ്രാവശ്യം ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ടാവും അനക്കം ശ്രദ്ധിക്കണമെന്ന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനക്കം എന്ന് പറയുന്നത് ഗർഭിണിയായിട്ടുള്ള അമ്മയ്ക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും അനക്കക്കുറവ് തോന്നുകയാണെങ്കിൽ വെറുതെ അതൊരു സംശയത്തോടു കൂടി ഇരിക്കാതെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവുക. കുഞ്ഞിൻ്റെ അനക്കം അവർ നോക്കിത്തരുന്നതായിരിക്കും. അതോടെ നമുക്ക് സമാധാനമായിട്ടിരിക്കാം. അനക്കക്കുറവ് എപ്പോഴും ബേബിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോൾ കാണുന്നൊരു ലക്ഷണമാണ്. അതുകൊണ്ട് ഒരിക്കലും അത് നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല. ഗർഭിണികളിൽ തലവേദന ഒമിറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു സിംറ്റമാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ BP കൂടുന്നതിൻ്റെ ലക്ഷണമായിരിക്കാം. ഈ തലവേദനയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് കാഴ്ചയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഏതെങ്കിലും ക്ലിനിക്കിലെങ്കിലും പോയിട്ട് നിങ്ങളുടെ BP ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കുക. അതൊരിക്കലും തള്ളിക്കളയാൻ പാടില്ല. നിങ്ങൾക്ക് ചെറിയൊരു വയറുവേദന തുടങ്ങി അത് കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ, അത് അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് പ്രസവവേദനയുടെ ലക്ഷണമായിരിക്കാം. അതല്ല പെട്ടെന്ന് തന്നെ ഒരു ശക്തമായിട്ടുള്ള വയറുവേദന വരികയാണ്, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ എപ്പോഴും ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. മറുപിള്ള ചിലപ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് വിട്ടു വരുമ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒരു വയറുവേദന കാണാറുണ്ട്. പ്രത്യേകിച്ച് പ്രഷർ കൂടുതലുള്ള സ്ത്രീകളാണ് ഇങ്ങനത്തെ സിംറ്റംസ് ശ്രദ്ധിക്കേണ്ടത്. ഗർഭിണികൾക്ക് മുഖത്തും കൈകാലുകളിലൊക്കെ നീര് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് കരിഞ്ജീരകത്തിൻ്റെ വെള്ളം, ബാർലി വെള്ളം പോലെ നീരൊഴിഞ്ഞു പോകാനുള്ള മരുന്നുകൾ, നാട്ടുമരുന്നുകൾ നിങ്ങൾ കൊടുക്കരുത്. കാരണം ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ഫ്ലൂയിഡ് ലോസ് ആവാൻ സാധ്യതയുണ്ട്. ഈ നീര് കാണുന്നത് എപ്പോഴും മറ്റു ചില അസുഖങ്ങളുടെ ലക്ഷണമായിരിക്കാം. അതുകൊണ്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ പോയി കാണിച്ച് എന്താണ് റീസൺ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ശക്തമായിട്ടുള്ള പനിയോ ശ്വാസം മുട്ടോ കാണുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ അടുത്ത് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. കാരണം ഈ ശ്വാസം മുട്ട് മറ്റ് ചില അസുഖങ്ങളുടെ ലക്ഷണമായിരിക്കും. നമ്മുടെ ഹാർട്ടിൻ്റെ കണ്ടീഷനും ലങ്സിൻ്റെ കണ്ടീഷനും നോർമൽ ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം.